പ്രഗ്നൻസിയിൽ ഒരു ദിവസം കാണാം. അന്ന് രാവിലെ തന്നെ പണിയെടുക്കാൻ തോന്നില്ല. പിന്നെ ഒന്നും നോക്കിയില്ല, ചൂലെടുത്ത് ഇറങ്ങി പറയല്ലോ. ഒന്ന് തൈറോയിഡിൻ്റെ ടാബ്ലറ്റ് കുടിക്കാൻ കുറച്ച് നേരം വൈകിയിട്ടുണ്ടായിരുന്നു. അതുകൊണ്ട് തന്നെ ഇപ്പോൾ ചാടിക്കാൻ പറ്റില്ല. അങ്ങനെ അടിച്ച് കയറാനാണെങ്കിൽ താഴെ ചണ്ടികൾ സഹകരിക്കണമില്ല. അങ്ങനെ ഒരു വിധത്തിൽ ചണ്ടികൾ അടിച്ച് വാരി പുറത്താക്കി എൻ്റെ കിച്ചണിൽ പോയിപ്പോൾ എല്ലാവരും ഇതുപോലെ തന്നെ നിൽക്കണ്ടായിരുന്നു. അങ്ങനെ കൂന്തൽമന്ന് തുടങ്ങി അത് ക്ലീനാക്കി വെച്ചതിൻ്റെ ശേഷം അത് ഉണ്ടാക്കാൻ വേണ്ടി കണ്ട് തക്കാളിയും പച്ചമുളകും അതും കട്ടാക്കി വെച്ചിട്ടുണ്ടായിരുന്നു. പിന്നെ കറിക്ക് എന്താണെന്ന് നോക്കിയപ്പോൾ കർമ്മൂസയും കണ്ടപ്പോൾ അതും കൂടി വെട്ടി മാറ്റി വെച്ചിട്ടുണ്ടായിരുന്നു. പിന്നെ പണി കഴിഞ്ഞേ വിചാരിച്ച് നിൽക്കുമ്പോൾ ബീഫ് കയറിയായിരുന്നു. അപ്പോൾ അതിനെയും വെട്ടി മാറ്റി മുറിച്ച് വെച്ചതിൻ്റെ ശേഷം കിച്ചൺ മെല്ലെ ക്ലീൻ ആക്കിയിട്ട് അവിടുന്ന് മെല്ലെ സ്ഥലം മാറിയിട്ടുണ്ടായിരുന്നു. ഇന്ന് വിശപ്പിൻ്റെ വിളി വല്ലാണ്ട് ശ്രദ്ധിച്ചിട്ടില്ലായിരുന്നു. അതുകൊണ്ട് തന്നെ പതിവിൽ നല്ലോണം നേരം വൈകിട്ട് ബ്രേക്ക്ഫാസ്റ്റ് കഴിച്ചിട്ടുണ്ടായിരുന്നു. ഏകദേശം ഒരു 11 മണിയൊക്കെ ആയിട്ടുണ്ടായിരിക്കും. പിന്നെ ലിവിങ്ങിൽ പോയിരുന്നു. അപ്പം ഒരു കിളി പോയിട്ട് ഒരു ഇല പോലും അവിടെ ഇളകണില്ലായിരുന്നു. പിന്നെ ഫ്രഷായി വന്നതിൻ്റെ ശേഷം ഫുഡ് കഴിച്ചിട്ടുണ്ടായിരുന്നു. അപ്പോൾ ഒരു നെല്ലിക്കട കണ്ടപ്പോൾ അതിന് വേണ്ടി ഒരു വിശപ്പ്, അപ്പോൾ അത് എടുത്ത് തിന്നിട്ടുണ്ടായിരുന്നു. പിന്നെ ഈവനിങ് റാഗിയ മസ്റ്റാണ്. ഇത് രാവിലെ ഈ സാധനം പിടിക്കില്ല, അതുകൊണ്ട് ഈവനിങ്ങൊക്കെയാണ് ഞാൻ അതിൻ്റെ സമയം മാറ്റി വെച്ചിട്ടുണ്ടായിരുന്നു. പിന്നെ പ്രഗ്നൻസിയിലെ പുതിയ വിശേഷമായിട്ട് വീണ്ടും കാണാം. എല്ലാവരും നല്ല സപ്പോർട്ട് ഉണ്ടാവണം. ബൈ.